ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ജീവിതത്തിൽ വീണ്ടും ഒരു അവസരം ലഭിക്കുന്ന സ്വിച്ച് വേർഡിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഒരു സുപ്രധാന നിമിഷം ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ടോ? ആ നിമിഷം അല്ലെങ്കിൽ ആ അവസരം നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കാൻ സഹായിക്കുന്ന ഒരു സ്വിച്ച് വേർഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നഷ്ടമായ പ്രായം കുറച്ചു നൽകുവാൻ കഴിയില്ല. പക്ഷേ നഷ്ടമായ ആഗ്രഹം നടക്കുവാൻ ഈ സ്വിച്ച് വേർഡ് ജപിക്കുന്നതുകൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വിച്ച് വേർഡുകളെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞ സ്വിച്ച് വേർഡാണ് ഈ വീഡിയോ ഫോക്കസ് ചെയ്യാനും ആവശ്യമുള്ള ഫലങ്ങൾ പ്രകടമാക്കാനുമുള്ള ശക്തമായ മാർഗമാണ്. ഞങ്ങൾ പറയുന്നതുപോലെ സ്വിച്ച് വേർഡുകൾ ജപിക്കുക. 1. ഉച്ചത്തിൽ ജപിക്കുക. സ്വിച്ച് വാക്ക് സംസാരിക്കുന്നത് അതിന്റെ ആവൃത്തിയിൽ പ്രതിധ്വനിക്കാൻ സഹായിക്കുന്നു. ഇത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. 2. വ്യക്തമായ ഉച്ചാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു. മെച്ചപ്പെട്ട ഊർജ്ജ പ്രവാഹം അനുവദിക്കുന്നു. 3. കണ്ണുകൾ അടച്ചുകൊണ്ട് ജപിക്കുക. അകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധ വ്യതിചലിക്കാതെ വൈബ്രേഷനുകൾ പൂർണ്ണമായി അനുഭവിക്കാനും ഈ പരിശീലനം നിങ്ങളെ സഹായിക്കുന്നു. 4. ഒരു പ്രത്യേക നമ്പർ അനുസരിച്ചു ജപിക്കുക. 11, 54, 51 അല്ലെങ്കിൽ 108 അക്കങ്ങൾ പലപ്പോഴും ആത്മീയമായി പ്രാധാന്യമുള്ളതായി കണക്കാക്കുകയും നിങ്ങളുടെ പരിശീലനത്തെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുകയും ചെയ്യും. 5. ആഴത്തിൽ ശ്വസിക്കുക. ആഴത്തിലുള്ള ശ്വസനം മനസ്സിനെ ശാന്തമാക്കുകയും സ്വിച്ച് വാക്കിന്റെ ഊർജ്ജം പ്രകടമാകാൻ ഇടം തുറക്കുകയും ചെയ്യുന്നു. 6. ഒരു ഉദ്ദേശ്യം സജ്ജമാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിനകം നടന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുകയും ആഗ്രഹം മനസ്സിൽ കാണുകയും ചെയ്യുക. ഈ രീതി ചിന്തയും പ്രവർത്തനവും തമ്മിൽ ശക്തമായ ഒരു സമന്വയം സൃഷ്ടിക്കുന്നു. 7. ഒന്നിലധികം സ്വിച്ച് വാക്കുകൾ പരീക്ഷിക്കുക. ഈ സമീപനം നിങ്ങളുമായി ഏറ്റവും നന്നായി പ്രതിധ്വനിക്കുന്ന വാക്ക് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. അവസാനമായി സ്ഥിരോത്സാഹമാണ് പ്രധാനം. ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്നത് ഒറ്റത്തവണ മാത്രം ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയല്ല. അത് ഊർജ്ജവും ചിന്താഗതിയും മാറ്റാൻ സഹായിക്കുന്ന ഒരു ശീലം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. ഓരോ ചെറിയ പരിശ്രമവും നിങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ക്ഷേമത്തിനും സംഭാവന ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ വിശ്വസിക്കുക. ഒരു സ്വിച്ച് വേർഡ് ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലം ചെയ്യും. ചിലർക്ക് താമസം നേരിടുന്നു. കാരണം നമ്മൾ സ്വിച്ച് വേർഡ് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് അത് നടന്നു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പറയുക. മനസ്സിൽ നമ്മൾ വിചാരിച്ച കാര്യം മാത്രം ഓർത്തു പറയുക. എങ്കിൽ മാത്രം ആണ് സ്വിച്ച് വേർഡ് എന്ന ടെക്നിക്കിന്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പെട്ടെന്ന് എന്താണ് എന്ന് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഇനി പറയുന്ന സ്വിച്ച് വേർഡ്സ് എഴുതി കാണിക്കുന്നതാണ്. പറയുമ്പോൾ മനസ്സിലാകാത്തവർ ഉണ്ട് എങ്കിൽ എഴുതി കാണിക്കുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. നല്ലതിനു വേണ്ടി ഉപയോഗിച്ചാൽ സന്തോഷം. നിങ്ങൾക്ക് സ്നേഹം ആണ് ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പഴയ അവസരം ഓർത്തുകൊണ്ട് സിറ്റുവേഷൻ ലവ് ബായിക്ക് എന്നും. പണം നേടുവാൻ അവസരം കിട്ടിയിട്ടും അത് കിട്ടിയില്ല എങ്കിൽ സിറ്റുവേഷൻ മണി ബായിക്ക് എന്നും പറയുക. ഏതു കാര്യം ആയാലും ഇതുപോലെ പറയുക.
പണം നേടുവാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ മണി ബായ്ക്ക് എന്ന് പറയുക. ഈ വാക്കുകൾ നിങ്ങൾക്ക് പണം നേടുവാൻ കിട്ടിയ അവസരം നഷ്ടമായത് ഓർത്തുകൊണ്ട് 10 തവണ എങ്കിലും ഒരു മന്ത്രം പോലെ പറയുക. ആവർത്തിച്ച് പറയുക. 10 തവണയിൽ കൂടുതൽ ജപിക്കാൻ കഴിയുന്നവർ 21 അല്ലെങ്കിൽ 51 അല്ലെങ്കിൽ 108 ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞു എടുത്തു അത്രയും പ്രാവശ്യം ജപിക്കുക. കൂടുതൽ തവണ ജപിക്കാൻ കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വളരെ പെട്ടെന്ന് നിങ്ങളിൽ എത്തുവാൻ സഹായകമാകുന്നതാണ്. നമ്മുടെ ഒപ്പം പറയുവാൻ തയ്യാർ ഉള്ളവർ പറയുക. സിറ്റുവേഷൻ മണി ബായ്ക്ക്. 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 സ്നേഹം നേടുവാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ ലവ് ബായ്ക്ക് എന്ന് പറയുക. നമ്മുടെ ഒപ്പം പറയുവാൻ തയ്യാർ ഉള്ളവർ പറയുക. സിറ്റുവേഷൻ ലവ് ബായ്ക്ക്. 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 ഞങ്ങളുടെ ചാനൽ വിഷയം നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് കരുതുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആരായാലും അവരിൽ പോസിറ്റീവ് എനർജി കടന്നുവന്നു അവർ ആഗ്രഹിക്കുന്നത് നേടുവാൻ ഞങ്ങൾ സ്വിച്ച് വേർഡ്സ് ജപിക്കുമ്പോൾ അവർക്കും വേണ്ടി 1 മിനിറ്റ് ജപിക്കുന്നതാണ്. പുതിയ ഒരു വീഡിയോസുമായി വരുന്നവരെ ഞങ്ങളെ കണ്ട എല്ലാവരിലും പോസിറ്റീവ് എനർജി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.